നമസ്കാരം. പതിരും കതിരും. ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരനും ദേവരാജൻ മാഷും ചേർന്നൊരുക്കി പി മാധുരി പാടിയ ഈ പാട്ട് പ്രേമഗാന ശ്രേണിയിലെ ഏറ്റവും മനോഹരമായൊരു ഗാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം പാട്ടുകളിലെ ഒരു വരിയോ വാക്കോ നമ്മെ ഓർമ്മപ്പെടുത്താൻ ചിലരുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്രം മഷിക്കൂട് എന്ന ഈ പ്രയോഗം എത്ര കാൽപ്പനിക ഭംഗിയുള്ളതാണ്. നമ്മൾ എവിടെയോ മറന്നു വെച്ച ഈ മഷിക്കൂട് ഇപ്പോൾ ഓർക്കുവാൻ ഒരു കാരണമുണ്ട്. അത് ഓർമ്മിപ്പിച്ചത് നമ്മുടെ കവിയും റീൽസ് IAS-കാരിയുമായ ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുമതലയിൽ നിന്നും ദിവ്യ എസ് അയ്യരെ എടുത്ത് കുപ്പയിൽ കളഞ്ഞപ്പോൾ എന്തിനാണ് കണ്ണൂരിലിരിക്കുന്ന CPM-ൻ്റെ ഒരു പാർട്ടി സെക്രട്ടറി ഇത്രമാത്രം വേദനിച്ചതും ക്ഷോഭിച്ചതുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ മഷിക്കൂട്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചത് കണ്ണൂരെ പാർട്ടി സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താ കാര്യമെന്നാണ്. ഇന്നസെൻ്റ് പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തെയോ തോന്നയ്ക്കൽ പഞ്ചായത്തിലെയോ മാത്രമല്ല, കേരളത്തിലെ ഓരോ വീടും അരിച്ചു പെറുക്കാനുള്ള അവകാശം ഈ രാഗേഷിനുണ്ട്. അതവിടെ ഇരിക്കട്ടെ. KK രാഗേഷും ദിവ്യ എസ് അയ്യരും തമ്മിലുള്ള കടപ്പാടിൻ്റെ കഥകളാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താനായി രാഗേഷ് കണ്ണൂരിലേക്ക് പോയപ്പോൾ ഈ ദിവ്യയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അവരുടെ ആ വാചകങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇക്കഴിഞ്ഞ 3 വർഷം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുമ്പിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. KKR വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകമാണ്, കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂടാണ്. ആ മഹാമഷിക്കൂട്ടിലാണ് ആസ്വാദക ഹൃദയങ്ങൾ വീണുപോയത്. പാട്ടിലെ ബാക്കി വരി പോലെ എൻ്റെ സ്വപ്നത്തിൻ 7 നില വീട്ടിൽ കഞ്ചബാണൻ്റെ കളിത്തോഴൻ എന്നെഴുതിയ ശേഷം മരിസ മരിപ്പ നിസനിസനി എന്നുകൂടി എഴുതണമായിരുന്നു. അവർ തമ്മിലുള്ള ആ സഹോദരതുല്യമായ ബന്ധത്തിന് ഈ വരികൾ ഇണങ്ങില്ല. അതുകൊണ്ട് മാത്രമാകും എഴുതാതിരുന്നത്. എന്നാലും എൻ്റെ മഷിക്കൂടെ കർണന് പോലും അസൂയ തോന്നും വിധം ഒരു KKR കവചമായി എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ. അന്തം കമ്മികളും സാധാ കമ്മികളും അടിമകളുമല്ലാതെ ഇങ്ങനെ അവരുടെ നേതാക്കളെ സാധാരണ പാടി പുകഴ്ത്തുന്ന പരിപാടിയില്ല. എന്നാൽ അന്തം ജനസിൽപ്പെടാത്ത ഒരു IAS-കാരി എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇങ്ങനെ പാടി പുകഴ്ത്തിയത് എന്ന ചോദ്യം അന്ന് അന്തരീക്ഷത്തിൽ മുഴങ്ങിയിരുന്നു. അതൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ പല വിധത്തിലുള്ള ഉഡായിപ്പുകളും പുറത്തു വരുമെന്നുള്ളത് നമുക്കറിയാം. ഒരു ഭൂമി പതിച്ചു കൊടുക്കലുമായി ബന്ധപ്പെട്ട് ആദ്യം ദിവ്യക്കെതിരെ പരാതി കൊടുത്തത് തിരുവനന്തപുരത്തെ ഉന്നതനായ ഒരു CPM നേതാവായിരുന്നു. അതിൻ്റെ അന്വേഷണത്തൊടുവിൽ ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായും അറിയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പിണറായി വിജയൻ്റെ അരുമയായി ഈ IAS-കാരി മാറുന്ന കാഴ്ചയാണ്. ആ പിതൃതുല്യനും സഹോദരതുല്യനായ KKR കവചവും എല്ലാം കൂടി വേണ്ട വിധം ദിവ്യ എസ് അയ്യരെ സംരക്ഷിച്ചു നിർത്തി. മന്ത്രി പദവി ഒഴിഞ്ഞ് MP ആയി പോകുന്ന K രാധാകൃഷ്ണനെ പോയി ആലിംഗനം ചെയ്തതും നമ്മൾ കണ്ടതാണ്. ദിവ്യ എസ് അയ്യർ പടപ്പാട്ട് പാടുന്നു, സർക്കാരിന് വേണ്ടി കാട്ടാക്കട മുരുകനുമായി ചേർന്ന് മുദ്രാഗാനം എഴുതുന്നു, കളിത്തോണി ഉണ്ടാക്കി കൈത്തോട്ടിലൊഴുക്കി കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത ചൊല്ലി റീൽസ് ഇടുന്നു, ക്രിസ്ത്യാനികളെ അപഹസിക്കുന്ന തരത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി കവിത ഉണ്ടാക്കുന്നു, ആകാശഗംഗയിലെ ദിവ്യ ഉണ്ണിയെപ്പോലെ വിഴിഞ്ഞത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസം എന്ന ആരാമത്തിലെ രോമാഞ്ചമായി ദിവ്യ എസ് അയ്യർ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയ കാലങ്ങളായിരുന്നു പിന്നിട്ടത്. അന്തം കമ്മികളുടെ പ്രിയപ്പെട്ട IAS-കാരിയായി അവർ വേഗം മാറി. അവർ മകനെ കൊണ്ടുപോയി പിണറായി അപ്പൂപ്പന് ഉമ്മ കൊടുപ്പിച്ചു. അപ്പോൾ കമ്മികൾ എഴുതുകയായി, ഇപ്പോൾ കൊങ്ങികളുടെ കുരു പൊട്ടും എന്ന്. കോൺഗ്രസിൻ്റെ നേതാവായ G കാർത്തികേയൻ്റെ മരുമകളും ശബരിനാഥൻ്റെ ഭാര്യയുമായ ദിവ്യ ഒരു തികഞ്ഞ അന്തം IAS-കാരിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഒരു IAS-കാരി ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ രോമാഞ്ചമായി മാറേണ്ട ഒരാവശ്യവുമില്ല. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായി വിജയനെ ചില്ലറയല്ല ഈ കുട്ടി പാടി പുകഴ്ത്തിയത്. ഇതുപോലെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് ഈ ഭൂമിയിലെങ്ങും ജനിച്ചിട്ടേയില്ല എന്നായിരുന്നു പിണറായിയെ പോക്കൽ. ഒരു ദിവസം പിണറായി കുടുംബം ജാക്കറ്റും തലയിൽ ഹെൽമറ്റും ഒക്കെ ധരിച്ച് വിഴിഞ്ഞത്ത് കാറ്റുകൊള്ളാൻ പോയ ദിവസം ഓർക്കുന്നു. അന്ന് മേയറൂട്ടിയും ഒപ്പമുണ്ടായിരുന്നു. ദിവ്യക്കുട്ടിയും വീണക്കുട്ടിയും കുട്ടിയുടെ കുട്ടിയും എല്ലാം കൂടി നിൽക്കുന്ന സുന്ദരമായ ദൃശ്യങ്ങൾ. എന്തൊരാനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് VD സതീശൻ തൻ്റെ രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയൻ്റെ വീട്ടിലേക്ക് ചെന്നു.
കണ്ണു നിറയുന്ന നിമിഷങ്ങളായിരുന്നു അവിടെ. അതോടുകൂടി തൻ്റെ കാര്യം കൂടുതൽ ഭദ്രമായി എന്ന് ദിവ്യ എസ് അയ്യർ കരുതി കാണും. കാർത്തികേയൻ സാറിൻ്റെ മരുമകളെ സതീശൻ കൈയൊഴിയില്ല എന്ന് കരുതിയിട്ടുണ്ടാകണം. പക്ഷേ ഭരണം മാറിയതോടുകൂടി ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ച കൂട്ടത്തിൽ ദിവ്യ എസ് അയ്യരെയും വിഴിഞ്ഞത്ത് നിന്നും പൊക്കി കുപ്പയിലെറിഞ്ഞു. ഇപ്പോൾ CPMകാർ പറയുന്നത് അദാനിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ദിവ്യ എസ് അയ്യർ അവിടെ ഇരുന്നാൽ സതീശൻ്റെ ഉഡായിപ്പുകൾ നടക്കില്ല, അതുകൊണ്ടാണ് സ്ഥലം മാറ്റമെന്നാണ്. അദാനി ഗ്രൂപ്പിൻ്റെ ഉഡായിപ്പുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ്റെ നോമിനിയായ ദിവ്യ എസ് അയ്യർ എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. ദിവ്യയെ സ്ഥലം മാറ്റിയപ്പോഴേക്കും കമ്മികൾ ആകപ്പാടെ ഉണർന്നു വശായി. എന്തിനാണ് മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നായി ചോദ്യം. 29 വകുപ്പുകളെടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടന്ന ആളാണ് പിണറായി വിജയൻ. PV അൻവർ ഇതേപ്പറ്റി പറഞ്ഞത് ഒരു പെട്ടിക്കട നടത്താൻ കഴകത്തില്ലാത്തവൻ 5 സൂപ്പർ മാർക്കറ്റ് നടത്തിയാൽ എങ്ങനെയിരിക്കും എന്നാണ്. ഏക്കാണോ പൂക്കാണോ ഏമ്പത്ത് കൈവെട്ടി എന്ന മട്ടിലായിരുന്നു മുഖ്യമന്ത്രിയുടെ കയ്യിലിരുന്ന വകുപ്പുകളെപ്പറ്റി അദ്ദേഹത്തിനുള്ള ധാരണ. എന്തായാലും ദിവ്യയ്ക്ക് വേണ്ടിയുള്ള KK രാഗേഷിൻ്റെ നിലവിളിക്ക് നല്ല ഒന്നാം തരം മറുപടി തന്നെ കൊടുത്തു മുഖ്യമന്ത്രി. ഇതേപ്പറ്റി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന ഒരൊറ്റ പ്രയോഗം മതി അതിലെ നിഗൂഢതകൾ വെളിവാകാൻ. കേട്ടാൽ തോന്നും മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്ലിഫ് ഹൗസിൻ്റെ പുറത്ത് വന്ന് പിണറായി വിജയൻ നിത്യവും വിളിച്ചു ചോദിക്കുമായിരുന്നു, ഏതൊക്കെ വകുപ്പിൽ ആരൊക്കെ വേണം, ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടോ, ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മരുമകനെ മരാമത്ത് മന്ത്രിയാക്കിയതുപോലും AKG സെൻറ്ററുകാർ അറിഞ്ഞില്ല. അയാൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് ഗോവിന്ദനും ബേബിയും വരെ അറിഞ്ഞത്. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് എന്താ മൗസ് എന്താ എന്ന് തിരിച്ചറിയാത്ത പിണറായി വിജയൻ IT വകുപ്പും കയ്യിൽ വെച്ചത് എന്തിനായിരുന്നു? അതേപ്പറ്റിയും സതീശൻ ചോദിച്ചത് അതിൻ്റെ കാരണം ഞാൻ പറയണോ എന്നായിരുന്നു. എല്ലാവർക്കും അറിയാം. പാവം ദിവ്യ എസ് അയ്യർ മൂന്നാം ഭരണത്തിൽ പിണറായി വിജയൻ വീണ്ടും എഴുന്നള്ളിയെത്തുമെന്നും തൻ്റെ ജീവിതം ഭദ്രമായി എന്നും കരുതിയിരുന്ന പാവം റീൽസുകാരി. എൻ്റെ ഭാര്യയെ വിഴിഞ്ഞത്ത് നിന്നും മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ശബരിനാഥൻ പരാതി പറയാൻ പോയതായി നമുക്കറിയില്ല. പക്ഷേ KK രാഗേഷിനും അന്തംകമ്മികൾക്കുമാണ് പരാതിയെല്ലാം. കാറ്ററിയാതെ തുപ്പിയാൽ ചെകിടറിയാതെ അടിമേടിക്കുമെന്ന് ഇത്തരം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദിവ്യ എസ് അയ്യർ മഷിക്കൂട് എന്ന് പുകഴ്ത്തിയ വിശ്വസ്തൻ രാഗേഷ് കണ്ണൂരിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണിപ്പോൾ. മുഖത്താകെ മഷി പടർന്നിരിക്കുകയാണ്.